ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ പെട്ടെന്നുള്ളൊരു വ്ളോഗാണ്. നമ്മൾ വർക്കല പോവാം, ബീച്ചിൽ പോവാടി റെഡിയായി നിലനിമ്പുണ്ടാക്കാം. എൻ്റെ സ്വന്തം അനീഷേട്ടൻ വിളിച്ചറിയിച്ചപ്പോഴത്തേക്ക് ഇവിടെ മഴ, സൂപ്പർ മഴ. ഇങ്ങനെ തലയ്ക്ക് ഓളാണോ ഉണ്ടോ. ഇത്രയും നേരം മഴയില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര കാറ്റും മഴയും. എന്നാലും കുഴപ്പമില്ലടി, നമുക്ക് പോകാൻ കൊണ്ടിരിക്കുക. വന്നിട്ട് നമ്മൾ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം വീണ്ടും മാറി, പ്ലാൻ സിയിലോട്ട് മാറി. അത് ചക്ക പറക്കുകയാണ്. ഇവിടെ കുറേ ആളുകൾ വന്നു. ഇവരെല്ലാവരും പ്ലാനിങ് മാറി, കാരണം നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ പോയില്ല കേട്ടോ. പിന്നെ ഇവിടെ കൂടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചേട്ടനും അനീഷേട്ടനും എല്ലാവരും വന്നു. എല്ലാവർക്കും ഞാനൊരു ഡ്യൂട്ടീസ് കൊടുത്തിരിക്കുകയാണ് ബേസ്. കുട്ടി യൂട്യൂബർ ഹായ് പറ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം പറ. ആയിരിക്കും കുഞ്ഞൊരു ചാനലിടാം പറ. അയ്യോ ഡിസ്ലൈക്ക് അടിക്കണോ, ലൈക്ക് ചെയ്യണമെന്ന് പറ. ചാനലിൻ്റെ പേരൂടെ പറ. ആ ഓ മാറിപ്പോയി. ആരും കുഞ്ഞൊരു ലൈക്ക് ചെയ്തിട്ട് ആരും കുഞ്ഞൊരു ചാനൽ ഡിസ്ലൈക്ക് ചെയ്യണോ അതല്ലേ. എടാ മക്കളെ ചാനലിൻ്റെ പേര് പറഞ്ഞോളൂ. ഷെയർ ചെയ്യരുത്. ഇനി അമ്പൂട്ടൻ്റെ ചാനലിനെ പറ്റി ഞാനും പറയാം കേട്ടാ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കണ്ടില്ല പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിലെ ഒരു കൊച്ചു വ്ളോഗറാണ് കേട്ടോ. ആര്യക്കുഞ്ഞിയുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ഡിസ്ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്പൂട്ടൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ അന്ന് വിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആള്. ഇപ്പൊ കുത്തി അതെ അതെ. നീ ചെയ്തിട്ടുണ്ടാടി? നീ ചെയ്തിട്ടുണ്ടാ? നെഗറ്റീവ് കമന്റ് ഞാനൊന്നും എടുക്കൂലെന്ന് പറഞ്ഞിട്ട് അമ്പൂട്ടർ ഓട്ടിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ ആലപ്പുഴത്ത് അമ്മ കുറച്ച് അച്ചാർ കൊടുത്തേച്ചിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇവർ കോഴിക്കോട് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കുറച്ച് സ്വീറ്റ്സ് കൊണ്ട് ചേട്ടന് രവും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് അലുവ, നമ്മുടെ കുനാഫ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ടേസ്റ്റ് നോക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ചിക്കൻ പെരട്ട്, ബീഫ് ഫ്രൈ, ബറോട്ട. അപ്പം സഞ്ജോണി ചേച്ചി വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്ന കുപ്പിയുടെ കാണി തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ വെള്ളം അടിക്കുകയല്ല ഗൈസ്. ഇവർ അല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ക്ലാസ്. ഇങ്ങനെ എന്തിനാണ് പച്ചവെള്ളം എടുത്ത് തല വെച്ച് കാണിച്ചത്? മൊട്ടത്തലായണ്ട് കുഴപ്പമില്ല, അവിടെ ഇരിക്കുമല്ലേ. അത് വീഴും മിക്കറത്. ഞാൻ ഇവിടെ ഒരു മുട്ടക്കറി വെക്കുകയാണ് ഗൈസ്. നമ്മളിതിനകത്തൊരു വെജിറ്റേറിയൻ ചേച്ചിയുണ്ട്, സൈഡ് ചേച്ചി വരണോണ്ട് അവർ വരണോണ്ട് ഞാൻ വെജിറ്റബിൾ കറി വെക്കുകയാണ്. ഒരു മുട്ടക്കറി വെക്കും. ഉള്ളു കിട്ടല്ല. അപ്പോൾ നമ്മുടെ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സഞ്ജോണി ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവരെ പെട്ടെന്ന് അവരെ വീഡിയോ എടുത്തിട്ട് ബാക്കി ഇവിടെ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി ഓടി കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ ഡാൻസ് കളിത്താക്കാൻ
അപ്പൊ നമ്മുടെ പെങ്കൊച്ച് അവള് മെഡിസിൻ പഠിക്കുകയാണ് കേട്ടോ. മെഡിസിന്റെ ക്ലാസ്സിൽ ഇത് കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവളില്ലായിരുന്നോണ്ട് കുറെ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വീട് നമ്മളെല്ലാ ആഘോഷങ്ങളും തുടക്കം ഇട്ടിരിക്കുകയാണ്. അവളാണ് നമ്മുടെ വൈബ് കണ്ടിട്ട്. ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വൈബിന്റെ ഒന്നാം തരം മനുഷ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എനിക്ക് വർക്കല പോകാൻ വിളിച്ചു വരുത്തിയത്. എനിക്ക് ഇതാ പോകാൻ ഇവിടെ കിടന്ന് അടിഞ്ഞാടുകയാണ് ഇതിനും കൂടെ. ഭാര്യയും ഭർത്താവും കൂടെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഈശ്വര, ചിരിച്ച് മണ്ണ് കപ്പി എന്ന് വേണം പറയാൻ കേട്ടോ. ഒരു വൈബാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. അത് മോഹൻലാലിന്റെ പടമാളിയാ. മന്ത്രം, മാന്ത്രികം, ഇന്ദ്രജാലം. വാ വാ. അപ്പൊ നമ്മൾ ഡെഫ് മാഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ ജോലിയുള്ളതൊക്കെ ഗ്യാപ്പൊക്കെ എടുത്ത് ബ്രേക്കൊക്കെ എടുത്ത് വന്ന് അഭിനയിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളതിന്റെ ടീമായിട്ടൊക്കെ ചേർന്നിട്ടൊക്കെയാണ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ക്ലൂകൾ കിട്ടുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും പോയില്ല, എല്ലാവരും ഉറങ്ങാൻ കയറിപ്പോയി ഓരോ സ്ഥലങ്ങളിലായിട്ട്. സഞ്ജുവിനും ചേച്ചി തിരിച്ചു പോയി കേട്ടോ. അവർക്ക് നാളെ രാവിലെ കടയിൽ തുറക്കാൻ പോകണം. അപ്പോൾ ഞാൻ എല്ലായിടും വൃത്തിയാക്കി എടുക്കണം. 1:30 മണിയായി. എല്ലായിടും വൃത്തിയാക്കിയിട്ട് തറയൊക്കെ ജസ്റ്റ് തുടച്ച് ഓട്ടപ്പൊരു തുടപ്പൊക്കെ തുടച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണം. നാളെ രാവിലെ അരുണിൻ്റെ കല്യാണമാണ്. രാവിലെ എണീറ്റാ പോവാമെന്ന് വിചാരിച്ച് കിടക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരാൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങി. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.